നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രണ്ടാം പാദത്തിലും GDP വളർച്ചയിൽ കുതിപ്പ്. വളർച്ച 8.2%, 6 പാദങ്ങളിലെ ഏറ്റവും ഉയർന്ന നിരക്കെന്നും കേന്ദ്രം. അമേരിക്കയുടെ താരിഫ് നയത്തെ പരോക്ഷമായി വിമർശിച്ച പീയൂഷ് ഗോയൽ. ഇന്ത്യ 50 രാജ്യങ്ങളുമായി വ്യാപാര ചർച്ചകൾ നടത്തി വരികയാണെന്നും പീയൂഷ് ഗോയൽ. ഇന്ത്യ US വ്യാപാര കരാർ ഈ വർഷം തന്നെയെന്ന് വാണിജ്യ സെക്രട്ടറി. തർക്ക വിഷയങ്ങളിൽ ധാരണയെന്നും വിശദീകരണം. ആഗോള വിപണിയിൽ വെള്ളിവില സർവകാല റെക്കോർഡിലേക്ക്. കരുത്തായത് ശക്തമായ വ്യവസായ ഡിമാൻഡ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡിസംബർ 4-5 തീയതികളിൽ ഇന്ത്യ സന്ദർശിക്കും. പരസ്പര സഹകരണം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തും. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേരിയ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 13 പോയിന്റ് താഴ്ന്ന് 85,706 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 12 പോയിന്റ് താഴ്ന്ന് 26,202 അവസാനിച്ചു. വിശദാംശങ്ങളുമായി വിഷ്ണുവാണ് ചേരുന്നത്. വിഷ്ണു, ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ നഷ്ടത്തിലേക്ക് നയിച്ചത്? നമുക്കിപ്പോൾ നോക്കുമ്പോൾ കാണുന്നത് നിഫ്റ്റി 50യിൽ ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത് 26,204 എന്നൊരു ലെവലിലാണ്. അതായത് ഫ്ലാറ്റ് നെഗറ്റീവായിട്ടുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ഈ വിപണി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോഴും ഫ്ലാറ്റ് ഇടിവ് തന്നെയാണ് കാണുന്നത്. 59,730 എന്നൊരു നിലയിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ക്ലോസിംഗ് ഉണ്ടായതായിട്ട് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ഓഹരികളുടെയൊക്കെ ഒരു പെർഫോമൻസ് നോക്കാം. നിഫ്റ്റി 50യെ സംബന്ധിച്ച് ഇന്ന് 19 ഓഹരികൾക്ക് നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചുള്ളൂ. 29 ഓഹരികൾ ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 2% നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. അദാനി എൻ്റർപ്രൈസിൽ 1.2% നേട്ടമാണ് കണ്ടത്. സൺഫാർമ, കോട്ടക് ബാങ്ക്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഏഷ്യൻ മോട്ടോഴ്സ്, ഡോക്ടർ റെഡ്ഡി, ബജാജ് ഓട്ടോ തുടങ്ങിയ ഓഹരികളൊക്കെയാണ് ഇന്ന് നേട്ടത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇടിവിലോട്ട് വരുമ്പോൾ SBI ലൈഫ്, HDFC ലൈഫ്, പവർ ഗ്രിഡ്, ശ്രീറാം ഫൈനാൻസ് തുടങ്ങിയ ഓഹരികളൊക്കെ ഇന്ന് 1% മുകളിലേക്ക് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗാണ് എടുത്തിരിക്കുന്നത്. തൊട്ടു പിന്നാലെ ഭാരതി എയർടെൽ, എറ്റേണൽ, ഇൻഫോസിസ്, ടാറ്റ കൺസ്യൂമേഴ്സ് തുടങ്ങിയ ഓഹരികളും ഇന്ന് ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു അഡ്വാൻസ് ഡിക്ലെയർ റേഷ്യോയിൽ കാണുന്നത്, ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ അഡ്വാൻസ് ഡിക്ലെയർ റേഷ്യോ ലഭ്യമായിട്ടുണ്ട്. 6 ഓഹരികൾ നേട്ടം, 6 ഓഹരികൾ ഇടിവെന്ന രീതിയിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫെഡറൽ ബാങ്ക് നേട്ടത്തിലാണ്. ബന്ധൻ ബാങ്ക്, കോട്ടക് ബാങ്ക്, കൂടാതെ AU ബാങ്ക്, SBI തുടങ്ങിയ ഓഹരികളാണ് ഇപ്പോൾ നേട്ടം രേഖപ്പെടുത്തി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. ബന്ധൻ ബാങ്കിൽ ബാങ്ക് ഓഫ് ബറോഡയാണ് ഇന്ന് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇടിവിലോട്ട് വരുമ്പോൾ IDFC ഫസ്റ്റ് ബാങ്ക് 0.37% ഇടിവാണ്. ആക്സിസ് ബാങ്കിൽ 0.35% ഇടിവ്. HDFC ബാങ്ക്, ICICI ബാങ്ക് തുടങ്ങിയ ഓഹരികളും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ബ്രോഡർ മാർക്കറ്റ്, നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു അവസാന സമയത്ത് പറഞ്ഞ പോലെ തന്നെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ബ്രോഡർ മാർക്കറ്റിൽ ഇന്ന് കൂടുതലും കാണാൻ സാധിക്കുന്നത്. ഇന്ത്യൻ ഓഹരി വിപണി നേരിയ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണുവാണ്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. രണ്ടാം പാദത്തിലും GDP വളർച്ചയിൽ കുതിപ്പ്. വളർച്ച 8.2%, 6 പാദത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കെന്നും കേന്ദ്രം. കഴിഞ്ഞ വർഷം ഇതേ പാദത്തിലെ 5.6% വളർച്ചയെ അപേക്ഷിച്ച് വലിയ മുന്നേറ്റമാണ് രാജ്യം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ പാദത്തിലെ വളർച്ചയാകട്ടെ 7.8%. സ്വകാര്യ മൂലധന ചെലവ് കുറഞ്ഞിട്ടും ശക്തമായ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയും സർക്കാരിന്റെ മൂലധന വിനിയോഗവും ഈ വളർച്ചയ്ക്ക് അടിത്തറയായി. വിപണി പ്രതീക്ഷകളെയും ഇത്തവണ രാജ്യം മറികടന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 7% പ്രവചനത്തെക്കാളും എക്കണോമിക് ടൈംസ് പോളിലെ 7.3% പ്രവചനത്തെക്കാളും കൂടുതലാണ് ഈ വളർച്ചാ നിരക്ക്. ശക്തമായ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയാണ് കരുത്തായ വസ്തുതകളിലൊന്ന്. മെച്ചപ്പെട്ട കാർഷിക ഉൽപാദനം കാരണം ഗ്രാമീണ ചെലവ് വർദ്ധിക്കുകയും കുടുംബ ഉപഭോഗം ശക്തിപ്പെടുകയും ചെയ്തു. സെപ്റ്റംബർ പാദത്തിൽ സർക്കാർ മൂലധന ചെലവ് 31% വർദ്ധിച്ചു. കൂടാതെ ചരക്ക് കയറ്റുമതി 8.8% വർധന രേഖപ്പെടുത്തി. മുൻവർഷം ഇതേ പാദത്തിലെ 7% ഇടിവിൽ നിന്നുള്ള വലിയ തിരിച്ചുവരവാണിതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു.
US താരിഫുകൾക്ക് മുന്നോടിയായി നടത്തിയ ഫ്രണ്ട് ലോഡഡ് കയറ്റുമതി ഇതിന് സഹായകമായെന്നും കേന്ദ്ര മന്ത്രാലയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അമേരിക്കയുടെ താരിഫ് നയത്തെ പരോക്ഷമായി വിമർശിച്ച് പീയൂഷ് ഗോയൽ ഇന്ത്യ 50 രാജ്യങ്ങളുമായി വ്യാപാര ചർച്ചകൾ നടത്തിവരികയാണെന്നും വാണിജ്യമന്ത്രി. ഫിക്സിയുടെ വാർഷിക പൊതുയോഗത്തിൽ സംസാരിക്കവെയാണ് ഗോയൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. US, യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള പങ്കാളികളുമായി ഇന്ത്യ നിലവിൽ സ്വതന്ത്ര വ്യാപാര ചർച്ച നടത്തുന്നുണ്ട്. വിശ്വസ്തരായ വ്യാപാര പങ്കാളികളുമായി അടുത്ത ബന്ധം സ്ഥാപിച്ച് സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ലോകമെമ്പാടുമുള്ള വിശ്വസ്ത പങ്കാളികളുടെ പ്രാധാന്യം വലുതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ 50% അധിക താരിഫിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു മന്ത്രിയുടെ വിശദീകരണം. വ്യക്തിഗത രാജ്യങ്ങൾ, കൂട്ടായ്മകൾ എന്നിവ ഉൾപ്പെടെയുള്ള ഏകദേശം 50 രാജ്യങ്ങളുമായി ഇന്ത്യ നിലവിൽ ചർച്ചകളിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഗൾഫ് രാജ്യങ്ങൾക്കിടയിലും ഇന്ത്യയുമായി വ്യാപാര കരാറുകൾ ഉണ്ടാക്കുന്നതിൽ താൽപര്യം വർദ്ധിച്ചിട്ടുണ്ട്. സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ഒമാൻ, ബഹ്റിൻ എന്നിവ ഉൾപ്പെടുന്ന ഗൾഫ് സഹകരണ കൗൺസിൽ ഇടപെടാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഒമാനുമായുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. ബഹ്റൈനും ഖത്തറും ചർച്ചകൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. US-ഉമായും 27 രാഷ്ട്രങ്ങളുള്ള EU-വുമായും സജീവ ചർച്ചകളിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയും US-ഉം ദ്വിരാഷ്ട്ര വ്യാപാര കരാറിനായുള്ള 6 റൗണ്ട് ചർച്ചകൾ പൂർത്തിയാക്കി. ഈ വർഷം ശരത്കാലത്തോടെ കരാറിന്റെ 1ാം ഘട്ടം പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്നു. റഷ്യ, അർമേനിയ, ബെലാറസ്, ഖസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ എന്നിവ ഉൾപ്പെടുന്ന യൂറേഷ്യൻ എക്കണോമിക് യൂണിയനുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഗോയൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ US വ്യാപാര കരാർ ഈ വർഷം തന്നെയെന്ന് വാണിജ്യ സെക്രട്ടറി. തർക്കവിഷയങ്ങളിൽ ഭൂരിഭാഗവും ധാരണയായെന്നും വിശദീകരണം. ഇന്ത്യ US വ്യാപാര കരാർ ചർച്ച ഓൺലൈനായാണ് പുരോഗമിക്കുന്നത്. മുൻപുണ്ടായിരുന്ന തർക്കവിഷയങ്ങൾ ഏറെയും ഇല്ലാതായി. മിക്ക പ്രശ്നങ്ങളും പരിഹരിച്ചതിനാൽ ഈ വർഷം ഡിസംബറിന് മുമ്പ് US-ഉമായുള്ള കരാർ ഉറപ്പിക്കാൻ കഴിയുമെന്നാണ് വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ അറിയിച്ചത്. ശേഷിക്കുന്ന കാര്യങ്ങൾ രാഷ്ട്രീയ തലത്തിൽ പരിഹരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കയറ്റുമതിക്കാർ നേരിടുന്ന പ്രതികാര താരിഫ് വെല്ലുവിളികൾ പരിഹരിക്കുക, ഒപ്പം ഉഭയകക്ഷി കരാറും പ്രാബല്യത്തിൽ കൊണ്ടുവരിക. ഇത്തരത്തിൽ സമഗ്ര ദ്വിരാഷ്ട്ര വ്യാപാര കരാറാണ് ഡിസംബറോടെ ലക്ഷ്യമിടുന്നത്. ഇതിൽ തന്നെ ആദ്യം പ്രതീക്ഷിക്കുന്നത് കയറ്റുമതിക്കാർക്ക് മേലുള്ള ഉയർന്ന പ്രതികാര താരിഫുകൾ പരിഹരിക്കുന്നതിനുള്ള കരാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉഭയകക്ഷി വ്യാപാര കരാർ 2 ഘട്ടത്തിലായിട്ടായിരിക്കും നടപ്പിൽ വരിക. അതേസമയം കരാറിന്റെ ഭാഗമായി റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ ഘട്ടം ഘട്ടമായി കുറയ്ക്കേണ്ടി വരുമോ എന്നതാണ് വിദേശകാര്യ വിദഗ്ധർ ഉറ്റുനോക്കുന്നത്. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ നിലനിർത്തുന്നതിനും രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും എത്രത്തോളം നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്ന് കരാർ യാഥാർത്ഥ്യമാകുന്നതിലൂടെ മാത്രമേ വ്യക്തമാവൂ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള വിപണിയിൽ വെള്ളിവില സർവ്വകാല റെക്കോർഡിലേക്ക്. കരുത്തായത് ശക്തമായ വ്യാവസായിക ഡിമാൻഡ്. സ്പോട്ട് വില ഔൺസിന് $54.18 വെള്ളി വിലയെത്തിയത്. അതായത് 54.50 എന്ന റെക്കോർഡ് വിലയ്ക്കടുത്താണ് വില നിൽക്കുന്നത്. ഊഹക്കച്ചവടത്തിനപ്പുറം യഥാർത്ഥവും അടിസ്ഥാനപരവുമായ ഡിമാൻഡാണ് ഈ വിലവർദ്ധനവിന് കാരണമെന്ന് അനലിസ്റ്റുകൾ വിലയിരുത്തി. വിതരണത്തിലെ കുറവ്, US പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾ എന്നിവയും വെള്ളി വിലയെ പിന്തുണച്ചു. സോളാർ, ഇലക്ട്രോണിക്സ് മേഖലകളിൽ നിന്നുള്ള വ്യാവസായിക ഉപയോഗം വർദ്ധിച്ചു. ഇതോടെ ആഗോള വിപണിയിൽ വെള്ളി ലഭ്യതയിലും കുറവുണ്ടായി. വ്യാവസായിക ഡിമാൻഡിനു പുറമെ നിക്ഷേപ മേഖലയിലെ ഡിമാൻഡും വിലയിലെ കുതിപ്പിന് ആക്കം കൂട്ടി. അതിനാൽ വ്യാവസായിക ഡിമാൻഡ് ശക്തമായി നിലനിൽക്കുകയും പലിശ നിരക്ക് കുറയ്ക്കാനുള്ള പ്രതീക്ഷകൾ തുടരുകയും ചെയ്യുന്നിടത്തോളം കാലം വെള്ളിവില ശക്തമായി തുടരുമെന്നും സാമ്പത്തിക വിദഗ്ധർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡിസംബർ 4-5 തീയതികളിൽ ഇന്ത്യ സന്ദർശിക്കും. പരസ്പര സഹകരണം സംബന്ധിച്ച് പ്രധാനമന്ത്രി മോദിയുമായി പുടിൻ ചർച്ച നടത്തും. ഡിസംബർ 4-5 തീയതികളിൽ പുടിൻ ഇന്ത്യയിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. 23ാമത് ഇന്ത്യ-റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് സന്ദർശനം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ പുരോഗതി വിലയിരുത്താൻ പുടിന്റെ സന്ദർശനം ഗുണം ചെയ്യുമെന്നാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. രാഷ്ട്രപതി ദ്രൗപദി മുർമു റഷ്യൻ പ്രസിഡന്റിനെ സ്വീകരിക്കുകയും രാഷ്ട്രപതി ഭവനിൽ വിരുന്നു നൽകുകയും ചെയ്യും. ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വ്ളാഡിമിർ പുടിൻ ചർച്ച നടത്തും. പ്രാദേശിക ആഗോള വിഷയങ്ങളിലും ഇരു രാജ്യങ്ങളും ചർച്ച നടത്തുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത്. റഷ്യ-യുക്രൈൻ സംഘർഷത്തിന് ശേഷമുള്ള പുടിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനം അതീവ ഗൌരവത്തോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന താരിഫ് ഭീഷണികൾ അടക്കം പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിൽ ചർച്ചയായേക്കും.
റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിലുള്ള ഉപരോധങ്ങളും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യും. വ്ളാഡിമിർ പുടിന്റെ സന്ദർശനവേളയിൽ S-400 കാലതാമസത്തെക്കുറിച്ച് ഇന്ത്യ വ്യക്തത തേടും. ഇന്ത്യയും റഷ്യയും തമ്മിൽ വിപുലമായ പ്രതിരോധ പങ്കാളിത്തമുണ്ടെന്ന് പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തിൽ ശേഷിക്കുന്ന S-400 സംവിധാനങ്ങൾ വിതരണം ചെയ്യുമെന്ന് റഷ്യ ഇന്ത്യയ്ക്ക് ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 65 രൂപ കൂടി 11,775 രൂപയായി. പവൻ 520 രൂപ കൂടി 94,200 രൂപയിലെത്തി. 18 ക്യാരറ്റ് സ്വർണ്ണവിലയും ഗ്രാമിന് 55 രൂപ വർദ്ധിച്ച് 9,445 രൂപയിലെത്തി. വെള്ളിവില 3 രൂപ വർദ്ധിച്ച് 176 രൂപയിലാണ് വ്യാപാരം. പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ടാം പാദത്തിലും GDP വളർച്ചയിൽ കുതിപ്പ്. വളർച്ച 8.2%, 6 പാദങ്ങളിലെ ഏറ്റവും ഉയർന്ന നിരക്കെന്നും കേന്ദ്രം. അമേരിക്കയുടെ താരിഫ് നയത്തെ പരോക്ഷമായി വിമർശിച്ച് പീയൂഷ് ഗോയൽ. ഇന്ത്യ 50 രാജ്യങ്ങളുമായി വ്യാപാര ചർച്ചകൾ നടത്തിവരികയാണെന്നും വാണിജ്യമന്ത്രി. ഇന്ത്യ-US വ്യാപാര കരാർ ഈ വർഷം തന്നെയെന്ന് വാണിജ്യ സെക്രട്ടറി. തർക്ക വിഷയങ്ങളിൽ ധാരണയായെന്നും വിശദീകരണം. ആഗോള വിപണിയിൽ വെള്ളിവില സർവകാല റെക്കോർഡിലേക്ക്. കരുത്തായത് ശക്തമായ വ്യാവസായിക ഡിമാൻഡ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡിസംബർ 4-5 തീയതികളിൽ ഇന്ത്യ സന്ദർശിക്കും. പരസ്പര സഹകരണം സംബന്ധിച്ച് പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തും. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.